വയനാട്ടിലെ ചൂരന്മലയിലും മുണ്ടക്കയിലും ഒക്കെ ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി വിലമതിക്കാനാവാത്തവരുടെ ജീവൻ കവർന്നെടുക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നൂറുകണക്കിന് വീടുകൾ തകരുന്ന ഒരവസ്ഥയിലൊക്കെ എത്തി. ഇനി ഈ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഒരു പുനരധിവാസമാണ് ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നത്. പല രീതിയിലുള്ള സഹായവാഗ്ദാനങ്ങൾ ഈ പാവങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുമെന്നത് നമ്മൾക്ക് കണ്ടറിയണം. അതിനൊരു കാരണമുണ്ട്. ഇതിനു മുമ്പ് സംഭവിച്ച പല ദുരന്തങ്ങളിലും ഇതുപോലെയുള്ള പല പ്രഖ്യാപനങ്ങളും പല വാഗ്ദാനങ്ങളും അധികാരികളും മറ്റുള്ളവരുമൊക്കെ ചെയ്തിട്ട് പിന്നീട് അവർക്ക് ആ പാവങ്ങളെ ഏത് രീതിയിൽ ദ്രോഹിച്ചു എന്നതാണ്. ഇപ്പൊ 4 വർഷങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിലെ പോത്തുമലയിൽ ഒരു ദുരന്തം സംഭവിച്ചത്. ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിനെ തുടർന്ന് നിരവധി പേരുടെ വീടുകൾ തകരുകയും 17ഓളം പേരുടെ ജീവൻ കവർന്നെടുക്കുകയും ചെയ്ത സംഭവം. ഇന്നും ആ ദുരന്തത്തിൽ 5 പേരെ കാണാതായ ഒരു സംഭവമുണ്ട്. അപ്പൊ ആ ദുരന്തത്തിൽ ഇരയായ പലവർക്കും അന്ന് സർക്കാരും മറ്റുമൊക്കെ ഏറെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്കുള്ള സുരക്ഷിതമായിട്ടുള്ള വീട്, അവർക്കിടെ ഇനിയുള്ള ഒരു ജീവിത രീതി മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും. പക്ഷെ ആ പാവങ്ങൾക്ക് പിന്നീട് കൊടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ യോഗ്യമതില്ലാതെ വീടുകളാണ് കൊടുത്തത്. ഈ 4 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ അവർ അന്ന് നിർമ്മിച്ച പല വീടുകളും ചോർന്നൊടിക്കുന്ന ഒരവസ്ഥ എന്നുള്ള രീതിയെ കുറിച്ചുള്ള ഒരു വാർത്ത നിങ്ങൾ പലവരും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ കൂടി കണ്ടിട്ടുണ്ടാകാം. പല ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത് ഉസ്കൂളുകളാണ്. ഈ ഉസ്കൂളുകൾ എത്രത്തോളം ഇതുപോലെ ക്യാമ്പുകളെ പ്രവർത്തിക്കാൻ പ്രായോഗികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? അപ്പൊ ഇവരുടെ പുനരധിവാസം വലിയൊരു വെല്ലുവിളിയാണ്. സർക്കാരും മറ്റുള്ളവർക്ക് പല വാഗ്ദാനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നതാണ് കണ്ടറിയേണ്ടത്. ഒരു ദുരന്തം സംഭവിച്ചതിന് ശേഷം പലവരും പല പേരുകൾ എടുക്കാനും അങ്ങനെയുള്ള എട്ടുകാലി മമ്മുനി ചമയാനും ഒക്കെ പലരെയും രംഗത്ത് വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ പിന്നീട് അത് കുറച്ചു നാളുകൾ കഴിഞ്ഞാൽ ഇതിന്റെ കെട്ടഴികൾ കഴിഞ്ഞാൽ ഇവരൊന്നും പിന്നീട് കാണത്തില്ല എന്നതാണ് വസ്തുത. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് അർഹമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, ഇവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവരുടെ പുനരധിവാസം താൽക്കാലികമെന്ന നിലയിൽ ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള വാടക സംവിധാനത്തിലേക്കോ മറ്റോ മാറ്റി ഇവർക്ക് നല്ലൊരു രീതിയിൽ ഒരു ജീവിത വഴി കാണിച്ചു കൊടുക്കുക. പലവർക്കും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഭാര്യമാർ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നഷ്ടപ്പെട്ടവരാണ്. ഈ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇനിയിപ്പോ ഏറ്റവും വലിയൊരു നഷ്ടബോധമായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരു കുറ്റബോധം ഇവരുടെ മനസ്സിലേക്ക് കൊടുക്കാതെ ഇവരുടെ പുനരധിവാസം, ഇവരുടെ ഏത് രീതിയിലാണ് ഇവർ ആഗ്രഹിക്കുന്ന ഒരു പ്രതിവാസം, ആ രീതിയിലുള്ള പുനരധിവാസം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം.